മക്കളുടെ അടുത്ത് അമിതമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു മദറാണോ നിങ്ങൾ? ഒരിക്കലും ബോധപൂർവ്വം ആയിരിക്കില്ല നമ്മൾ മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നതാണെങ്കിലും ഷൗട്ട് ചെയ്യുന്നതാണെങ്കിലും ഒന്നും. നമ്മൾ ആ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയത്ത് പറ്റിപ്പോകുന്നതാണ്. ഈ ഒരു ദേഷ്യപ്പെട്ടതോർത്തിട്ട് നമ്മൾ പലപ്പോഴും റീഗ്രറ്റ് അടിക്കുന്ന മദേഴ്സാണ്. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പിറ്റേന്നും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നുണ്ടാകും, നീ ഒരു നല്ല മദർ അല്ല, നീ ഒരു ചീത്ത മദറാണ്, ഇങ്ങനെയല്ല പാരന്റിങ് എന്നൊക്കെ. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ പാരന്റിങ് ചെയ്യേണ്ടത് എന്നുള്ളത് ആരും പറഞ്ഞു തരുന്നുണ്ടാവില്ല. സോ ഇതേപോലെ ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മദറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്ക്ഷോപ്പിൽ ദേഷ്യത്തെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ഈ ഒരു ദേഷ്യത്തെ എങ്ങനെ അവയർനെസിന്റെ ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതും എങ്ങനെയാണ് കാമായിട്ട് കുട്ടികളടുത്ത് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും കുട്ടികളായിട്ട് എങ്ങനെയാണ് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് എങ്കിൽ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്കുള്ളതാണ്. ഈ ഒരു വർക്ക്ഷോപ്പിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ബയോയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ആൻഡ് നിങ്ങളൊരു മദർ ആണെങ്കിൽ നിങ്ങളുടെ പാരന്റിങ് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പേജ് ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചേക്കാം. ബൈ.